ഫുട്ബോൾ പറ്റിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിക്കോ വില്യംസ് ചതിച്ചാശാനെ ചതിച്ചു, അല്ലാതെ ഇപ്പൊ എന്താ പറയുക. നിക്കോ വില്യംസ് ആകെ ഭയങ്കര കോമഡിയായി. നിങ്ങളെല്ലാവരും ഇന്നലെ അറിയാണല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് ലൈവ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സംഭവം പറ്റൊന്നുമില്ല. പുള്ളി നൈസായിട്ട് അത്ലറ്റിക് ബിൽബാവുമായിട്ട് 10 ഇയറും കൂടെ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. ബാർസലോണ പോലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിൽബാവയുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ്, അഥവാ ഓൺലൈൻ ത്രൂ ആണ് ഈ ഒരു ന്യൂസ് അറിയുന്നത്. ബിൽബാവോ അനൗൺസ്മെന്റ് വീഡിയോ കാണുമ്പോഴാണ് അറിയുന്നതെന്നാണ് കേൾക്കുന്നത്. സോ ബാർസലോണ ബോർഡ് പോലും ഭയങ്കര അൺഅവെയർ ആയിരുന്നു ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്. സോ സംഭവിച്ചതെന്ന് വെച്ചാൽ 2035 ഒരാൾ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. 95 മില്യൺ യൂറോസ് ആണ് ആളുടെ പുതിയ റിലീസ് ക്ലോസ്. ആള് സാലറി നല്ല ഹൈ, ആള് നെറ്റ് 10 മില്യണോളം 9 to 10 മില്യൺ ഇടയ്ക്ക് ഏൺ ചെയ്യുമെന്നാണ് കേൾക്കുന്നത് ടാക്സിന് ശേഷം. സോ ഒരു വമ്പൻ സാലറി പാക്കേജിൽ പുള്ളി ബിൽബാവിൽ നിൽക്കുകയാണ്. സോ റിപ്പോർട്ടുകൾ പറയുന്നത് ബാർസലോണ മറ്റേ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലെറ്റർ ഓഫ് ഫ്രീഡ്, അതായത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിനെ ഫ്രീ ഏജന്റായിട്ട് വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം ഓൺ ടൈം. ആ ഒരു ഡാനി ഓൾമോയ്ക്കും ബാവിക്ടറിനും ഒക്കെ കൊടുത്ത് ആ ഒരു ക്ലോസ് കൊടുക്കാനായിട്ട് റെഡി അല്ലായിരുന്നു എന്നാണ് കേട്ടത്. സോ അതിന്റെ പേരിലാണ് ഡീൽ ബ്രേക്ക് ആയെന്നൊക്കെ രീതി കേട്ടു. പക്ഷെ ബിഹൈൻഡ് ദ സീൻസ് വേറെ പല വാർത്തകളും വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, പുള്ളിയുടെ ഏജന്റാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നാണ് എല്ലാ ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ആയിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സുകൾ പോലും ഈ ഒരു ഡിസിഷൻ വരുമ്പോൾ അവർ തന്നെ നെട്ടിപ്പോയി. കാരണം അവരെല്ലാം ഓർത്തുകൊണ്ടിരുന്ന, ഇവൻ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഓർത്തുകൊണ്ടിരുന്ന പുള്ളി ബാർസലോണയെ ജോയിൻ ചെയ്യുന്നുള്ള രീതിയിലാണ്. സോ അവിടെ നിന്നാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നത്. എന്തായാലും നിക്കോമോൻ ഇങ്ങോട്ട് വന്നാണ് പറയുക. ലാസ്റ്റ് ഇയർ നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു, പുള്ളിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ടായിരുന്നു, റിജക്ട് ചെയ്തു, ഓക്കെ. അതായത് രജിസ്റ്റർ ചെയ്യാൻ ഗ്യാരണ്ടി ഇല്ല, അതുകൊണ്ട് പോയി. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് വേണേ രജിസ്റ്റർ ചെയ്യാൻ ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഞാൻ സൈൻ ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നു. സോ ബാർസലോണ ബാക്കി എല്ലാ ഡീലും 2-3 ആഴ്ചയിലേക്ക് ഹോൾഡ് ചെയ്തിട്ട് ഇവന് വേണ്ടി തന്നെ ഇറങ്ങുന്നു. എന്നിട്ട് റിലീസ് ക്ലോസ് പേ ചെയ്യാനായിട്ട് റെഡി ആയപ്പോഴേക്കും ഇവന്റെ ഏജന്റ് ഒരു കളി കളിക്കുന്നു. സോ ഇവന്റെ ഏജന്റ് കളിച്ചാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ രജിസ്ട്രേഷൻ ഗ്യാരണ്ടി വേണമെന്ന് ലാസ്റ്റ് മൊമെന്റ് ഒരു ഡിമാൻഡായിട്ട് വരുന്നു. അല്ലാതെ നേരത്തെ വെക്കുന്ന ഡിമാൻഡ് അല്ലേ ലാസ്റ്റ് മൊമെന്റ് വന്നത്. സോ ലപ്പോട്ടനെ ഒന്നും അധികം കുറ്റം ഈ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ബോർഡിന് ഭയങ്കര മോശമായിരിക്കും ഇമേജ് വൈസ് ഈ ഒരു സംഭവം വന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി എന്തായാലും മേ ബി ഇൻ ഫ്യൂച്ചർ വേറെ ഏതെങ്കിലും ബിഗ് ക്ലബിലോട്ട് നീങ്ങുമായിരിക്കും. എന്തായാലും ബാർസലോണ ഇപ്പം ഡോർസ് ക്ലോസ് ചെയ്ത് ഇനി നിക്കോയ്ക്ക് വേണ്ടി പോകത്തില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സോ ഇനി അടുത്ത ഓൾട്ടർനേറ്റീവ്സ് ലൂയിസ് ഡിയാസിന്റെ പേരാണ് കേൾക്കുന്നത്. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ അവിടെ ഇന്നലത്തെ മാച്ചുകളെ കുറിച്ച് ഒന്നും ടച്ച് ചെയ്ത് വിട്ടില്ല, ശരിയാകത്തില്ല. സോ ഇന്നലെ ചെൽസി ആണെങ്കിൽ രാവിലെ പാൽമേഴ്സിനെ 2-1 തോപ്പിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലോട്ട് സെമി ഫൈനൽസിലോട്ട് കടന്നിട്ടുണ്ട്. സോ ചെൽസിയുടെ എതിരാളികൾ മറ്റാരുമല്ല, തിയാഗോ സിൽവയുടെ ഫ്ലുമിനീസിയാണ്. സോ ഇന്നലെ നടന്ന മത്സരത്തിൽ ഫ്ലുമിനീസിയും 2-1 അൽ ഹിലാലിനെ തോപ്പിച്ചത്. സോ മാർട്ടിനെല്ലി 40-ാം മിനിറ്റ് നേടിയ ഗോളും 51-ാം മിനിറ്റിൽ ലിയനാർഡോയുടെ അൽ ഹിലാൽ ഈക്വലൈസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 70-ാം മിനിറ്റ് ഹെർക്കുലീസ് വിന്നർ ഗോൾ സ്കോർ ചെയ്യുകയായിരുന്നു. സോ ഫ്ലുമിനീസിക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. 40 വയസ്സുകാരനായ തിയാഗോ സിൽവയും 43 വയസ്സുകാരനായ ഗോൾ കീപ്പറും അടങ്ങുന്ന ഒരു സൈഡ് ആകപ്പാടെ 3 ഗോളാണ് ഈ ടൂർണമെന്റ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ആ ഒരു ഏജിങ് സ്കോഡ് തന്നെയാണ്. മറ്റേ അൽ ഹിലാലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ യൂറോപ്യൻ, അതായത് പ്രൈമിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് ഒന്നുമില്ല, എല്ലാം ബ്രസീലിൽ നിന്ന് കയറി വരുന്ന കുറച്ച് പിള്ളേരും കളവന്മാരും ഒക്കെയാണ്. സോ അതും വെച്ചാണ് അവർ ഈ ഒരു പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിത്തൗട്ട് എ ഡൗട്ട് അവർ 100% കൊടുക്കുന്നുണ്ട്. ചെൽസി കാര്യങ്ങൾ എളുപ്പമായിരിക്കത്തില്ല. സോ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചെൽസി 16-ാം മിനിറ്റിൽ കോൾ പാൾമറിന്റെ ഒരു കിടിലൻ ഗോളിലുള്ള ലീഡ് എടുക്കുമായിരുന്നു. പിന്നീട് 53-ാം മിനിറ്റിൽ അവർ ഈക്വലൈസ് ചെയ്യുമായിരുന്നു. മറ്റാരുമല്ല, ചെൽസിയിലോട്ട് വരാൻ പോകുന്ന എസ്റ്റാവിയോ വില്യന്റെ ഒരു നല്ല ഗോള്. അതിനുശേഷം 83-ാം മിനിറ്റിൽ ഒരു ഓൺ ഗോൾ വരികയായിരുന്നു. ഐ തിങ്ക് അത് ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ശരിയാണ്, അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഗുസ്തോയുടെ ഒരു ക്രോസ് ആയിരുന്നു, അത് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് ഐ ഡോണ്ട് തിങ്ക് സോ. അത് ഗോൾ കീപ്പർ അങ്ങനെ റോങ് ഫുട്ട് ആവാൻ പാടില്ലായിരുന്നു. ഹി ഷുഡ് ഹാവ് സേവ്ഡ് ദാറ്റ്. പക്ഷെ എന്നാലും 2-1 ഒരു വിക്ടറി. ചെൽസി സെമി ഫൈനൽസിലോട്ട് കടന്നിരിക്കുകയാണ്. സോ ചെൽസി വേഴ്സസ് ഫ്ലുമിനീസി, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. സോ ഗിറ്റൻസ് പോസ്റ്റ് മാച്ച് ക്യാപ്പൊക്കെ ഇട്ടുകൊണ്ട് പിച്ചിൽ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാവോ പെഡ്രോ തന്റെ ചെൽസി ഡെബ്യൂട്ട് നടത്തി, കുറച്ച് മിനിറ്റ്സ് കിട്ടി. സോ ലെച്ചി എസ്താവിയോ വില്യൻ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഓവറോൾ ഗുസ്തോടെ നല്ല പെർഫോമൻസ് ആയിരുന്നു പിച്ചിൽ ഇറങ്ങിയ ശേഷം. പാൾമർ ആസ് ഓൾവേസ്, അലൻസോ ഫെർണാണ്ടസ്, ഇവരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ ഗുഡ് ടു സീ ചെൽസി ഒരു ടീം എന്ന രീതിയിൽ യുണൈറ്റ് ആയി കളിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. അതുപോലെ നമ്മൾ തോമസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ശരിയാകത്തില്ല. സോ തോമസ് പാർട്ടിനെ 5 കൗണ്ട്സ് ഓഫ് റേപ്പ് കേസസും അതുപോലെ തന്നെ 1 കൗണ്ട് ഓഫ് സെക്ഷൽ അസോൾട്ടും വെച്ച് ഇപ്പം കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ 2021-22 ഇടയ്ക്കാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. 2022 കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അന്ന് ആളെ അറസ്റ്റ് ചെയ്തതാണ്. പിന്നീട് ആളെ നമുക്കറിയാം വിട്ടയക്കുമായിരുന്നു. കേസ് അന്വേഷണം നടക്കുകയാണ്. യു കെ പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ യു കെ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്നുകൊണ്ട് അന്വേഷണം നടക്കുകയാണ്. സോ പുള്ളി പോയി കളിക്കാം. പ്രൈവസിയുടെ ഭാഗമായിട്ട് പുള്ളിയുടെ പേര് അധികം യൂസ് ചെയ്യാനായിട്ടൊന്നും മീഡിയയിൽ പറ്റത്തില്ല. സോ അങ്ങനെയൊക്കെ പോകുമായിരുന്നു.
സോ കഴിഞ്ഞ 2-3 സീസണായിട്ട് 22 തൊട്ട് 25 വരെ പുള്ളി കോൺട്രാക്റ്റിൽ ആർസണലിൽ നിൽക്കുവാണ്. ആർസണലിലാണ് സസ്പെൻഡ് ചെയ്തിട്ടില്ല. അന്ന് ആർസണലിൽ പുള്ളിയെ സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ സസ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഈ വർഷം ജൂൺ 30 കോൺട്രാക്ട് തീരുകയും ചെയ്തു. സോ അന്ന് ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആള് 3 ഡിഫറെൻറ്റ് പേരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ റേപ്പ് ചെയ്തു, സെക്ഷലി അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഒരു കേസോടെ. സോ ആളുടെ അഗെയിൻസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുമായിരുന്നു. എവിഡൻസുകളെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. പുള്ളി ഗിൽട്ടി ആണെന്നാണ് ഇപ്പം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സോ ആളെ ഇനിയിപ്പം ഉടനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോർട്ടിന് മുമ്പിൽ ഓഗസ്റ്റ് 5 ആളെ പ്രസന്റ് ചെയ്യും. സോ കാര്യങ്ങളുടെ കിടപ്പ് കേട്ടിടത്തോളം ഇതൊരു പക്ക പ്രൂഫുണ്ട്, പുള്ളി അഗേൻസ്റ്റ് ക്ലിയർ പ്രൂഫുണ്ട്, പുള്ളി ഇത് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ ഫൈനൽ വെർഡിക്റ്റ് വരാതെ നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഉള്ളതാണ്, ഇപ്പം റിപ്പോർട്ട് ഉള്ളതാണ്. കാരണം മൾട്ടിപ്പിൾ ആളുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉള്ളതാണെങ്കിൽ വാട്ട് ആർസണൽ ഡിഡ് ഈസ് റോങ് എന്നുള്ള രീതിയിലാണ് എനിക്കിപ്പം തോന്നുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. പ്ലെയർ നോ ലോങ്ങർ ഞങ്ങളുടെ കോൺട്രാക്റ്റിലാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് അതിനകത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു മനോഭാവമാണ് അവർ റിപ്പോർട്ടിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചത്. സോ അടുത്ത സീസൺ മിക്കൽ ആർട്ടേറ്റയ്ക്കും അതുപോലെ ടീംമേറ്റ്സിനും ഇത് തന്നെയായിരിക്കും പണി. ഈ പുള്ളിനെ ഗിൽട്ടി ആണെന്ന് കോർട്ട് വിധിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ ആർസണൽ സീസൺ ഫോളോ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കോൺസ്റ്റന്റ്ലി ഒപ്പോണൻസ് ഈ ഒരു ബാൻഡർ വരും. കൂടാതെ മീഡിയാസിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം ജേർണലിസ്റ്റുകൾക്കും മറ്റ് ക്ലബ്ബുകളോട്, അത് ആർസണലിനോടല്ലാതെ മറ്റുള്ള ക്ലബ്ബുകളോട് ചായയുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ കോൺസ്റ്റന്റ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അവർ തന്നെ വേണമെന്നില്ല, ഇപ്പം മീഡിയാസിന് വേണ്ട വാർത്തയാണ്, വായന എന്തെങ്കിലും കിട്ടാൻ അവർ ഇതിനെക്കുറിച്ച് കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഡു യു തിങ്ക് അറ്റ് എ ടൈം ടീംമേറ്റ്സ് ഇത് എൻജോയ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സോ നെക്സ്റ്റ് സീസണിനെ തന്നെ ഇത് ബാധിക്കും, 100% സീസണെ ബാധിക്കും. സോ ആർസണൽ ചെയ്യേണ്ടിയിരുന്ന അന്ന് 2022 അവരെ സസ്പെൻഡ് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ ഗ്രീൻവുഡിലെ കേസിൽ കണ്ടാണ്. പിന്നെ നമ്മൾ ബെഞ്ചമിൻ മെൻഡിയുടെ കേസിൽ സിറ്റി ചെയ്യുന്നതാണ്. പിന്നീട് മെൻഡി ഗിൽട്ടി അല്ലെന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ എന്നാലും സിറ്റി അന്ന് ആളെ സസ്പെൻഡ് ചെയ്തു. സോ അന്ന് ഈ ഒരു ഡിസിഷൻ എടുക്കുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്രയും തലവേദന ഉണ്ടാകത്തില്ല. ആളുകൾ കൈയടിക്കേണ്ട സിറ്റുവേഷനിൽ ഇതിപ്പോൾ നെക്സ്റ്റ് സീസണിൽ ഈവൻ ഇൻക്ലൂഡിങ് ആർസണൽ ഫാൻസ്, ഞാൻ ട്വിറ്ററിലൊക്കെ നോക്കിയപ്പോൾ ആർസണൽ ഫാൻസ് പോലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ക്ലബിൻ്റെ ഒരു ഡിസിഷനെ കുറിച്ച് പറയുന്നത്. എല്ലാ മറ്റ് ഫാൻസുകൾ പിന്നെ പറയണ്ട. സോ ആർസണൽ ഫാൻസ് എസ്പെഷ്യലി ആർസണൽ വുമൻസ് ടീമിൽ ഇതെങ്ങനെ പ്രതികരണം വരുമെന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. ഐ തിങ്ക് ഇഫ് ഹീസ് ഗിൽട്ടി ആർസണലിൻ്റെ കാര്യങ്ങൾ എളുപ്പമായിരിക്കത്തില്ല ഈ സീസൺ. അവിടെ നമ്മൾ അടുത്ത കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് പോവാണ്. സോ കായ് വോക്കറിനെ ബേൺലി 2 ഇയർ കോൺട്രാക്റ്റിന് സൈൻ ചെയ്യാൻ പോവാണ്. എല്ലാം ഡൺ ആണ്. £5 മില്യൺ ഒരു പാക്കേജ് ആഡ് ഓൺസ് ഉൾപ്പെടെ. സോ £5 മില്യൺ അപ്പ് ഫ്രണ്ട് പേയ്മെന്റ് അല്ല, £5 മില്യൺ ചില പെർഫോമൻസുകളും പിന്നെ 70% നെക്സ്റ്റ് സീസണിലെ മാച്ചുകൾ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് പിന്നെ എന്തോ പെർഫോമൻസ് ബോണസ്, സ്കോർ, മിനിറ്റ്സ് അങ്ങനെയൊക്കെ വെച്ച് £5 മില്യൺ വരെ കിട്ടാം സിറ്റിക്ക്. ടോട്ടൽ ഡീലിൽ സിറ്റിക്ക് ഇത് ലാഭമാണ്. കാരണം £10 മില്യൺ അവർ വേജ് ബുക്സ് സേവ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. സോ വോക്കർ ടു ബേൺലി. അതുപോലെ തന്നെ മാക്സിൻ ഡി കൂപ്പറിനെ €20 മില്യൺ ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന് ക്ലബ് ബ്രൂഹിന്ന് ലെഫ്റ്റ് ബാക്ക് ആണ് ബ്രൈറ്റൺ സൈൻ ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ഡൺ. പുതിയ ലെഫ്റ്റ് ബാക്ക് ഫോർ ബ്രൈറ്റൺ. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്റർ മിലാൻ ആണെങ്കിൽ ടെർ സ്റ്റെഗനിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇന്റർ മിലാന്റെ യാൻ സോമറിന് വേണ്ടി ഇപ്പം ഗാലക്ടസറെ ടോക്സ് നടത്തുന്നുണ്ട്. സോ സോമർ ഇൻട്രസ്റ്റഡ് ആണെന്നും കേൾക്കുന്നു. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്റർ മിലാൻ ബാർസലോണ ഫ്രീ ഏജന്റ് ആയിട്ട് വിടാൻ റെഡിയായി നിൽക്കുന്ന ടെർ സ്റ്റെഗനെ സൈൻ ചെയ്യാനായിട്ടുള്ള സാധ്യത ഇപ്പൊ തള്ളിക്കളയേണ്ട. സോ ബാർസലോണ ആളെ ഫ്രീ ഏജന്റ് ആയിട്ട് വിടുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം അടുത്ത 3 സീസൺ കൊണ്ട് ആൾക്ക് ഓൾമോസ്റ്റ് €42 മില്യൺ നമ്മൾ പേ ചെയ്യേണ്ടി വരും സാലറീസ് ആയിട്ട്. സോ ബാർസലോണ ആൾക്ക് ഒരു വർഷത്തെ സാലറി 14 മില്യൺ കൊടുക്കാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. അതും കൊടുത്ത് ഫ്രീ ഏജന്റ് ആയിട്ട് വിടാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളി അത് സമ്മതിക്കുന്നില്ല. പുള്ളി ക്ലബ്ബിൽ നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്റർ മിലാൻ ഓഫർ വല്ല ലാസ്റ്റ് മൊമെന്റ് വന്നാൽ ഹൂനോസ്. അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ അലക്സ് ഇവോബിക്ക് വേണ്ടി നൈജീരിയൻ ഇന്റർനാഷണൽ £21.5 മില്യൺ ഒരു ഓഫർ അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടെന്നാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ചില സോഴ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അത് റിജക്റ്റ് ചെയ്തു ഫുള്ളാം എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അവിടെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വ്ലാഹോവിച്ചിന്റെ കാര്യത്തിലാണ്. സോ നമുക്കറിയാം ജൊണാഥൻ ഡേവിഡിനെയും അവർ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കോളോ മുവാനയുടെ കാര്യത്തിൽ ഇപ്പോഴും ഡിസിഷൻ എടുത്തിട്ടില്ല.
കൂടാതെ വേറെ കുറേ ഡീൽസ് ഉണ്ട്. അവർ മറ്റ് കുറച്ച് സ്ട്രൈക്കർ ലിങ്ക്സും കാണുന്നുണ്ട്, ഇന്റേണലി ടോക്സ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ജോണാഥൻ ഡേവിഡ് അല്ലാതെ ഒരു സ്ട്രൈക്കറിനെ കൂടെ ചിലപ്പം കൊണ്ടുവന്നേക്കാം. ഇപ്പോൾ ഗ്യോക്കറസിന്റെ ലിങ്ക്സ് നേരത്തെ കണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ആർസണലാണ് ഗ്യോക്കറസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ അവർക്ക് വേജ് ബുക്സ് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യൂസാം വ്ലാഹോവിച്ച് 2026 ഫ്രീ ഏജന്റ് ആണ്. സോ ആള് 430K അടുത്ത് ഈ സമ്മർ പെർ സീസൺ ഈ ഒരു സീസണിൽ ആള് ഏൺ ചെയ്യും ഒരു വർഷം കൊണ്ട്. സോ ആളുമായിട്ട് ടോക്സ് നടത്തി മ്യൂച്വലി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് യുവന്റസ് ആലോചിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. കാരണം ഒരു ക്ലബും വ്ലാഹോവിച്ചിൽ സീരിയസ്ലി ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. മെയിൻലി പുള്ളിയുടെ സാലറി തന്നെയാണ്. സോ അത് ഏറ്റെടുത്ത് ആളെ സൈൻ ചെയ്യാനായിട്ട് ഒരു ക്ലബും റെഡിയല്ല. സോ കൂടാതെ യുവന്റസ് ആവശ്യപ്പെടുന്ന 30 മില്യൺ യൂറോസ് കൊടുക്കാനും ഒരു ടീം റെഡിയല്ല, ഒരു ഓഫറും വരുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു വ്ലാഹോവിച്ച് യൂറോപ്പിൽ തന്നെ തുടരാനാണ് ആഗ്രഹമെന്ന് കേൾക്കുന്നത്. സൗദിയിലോട്ട് പ്ലാനും ഇല്ല. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വ്ലാഹോവിച്ചിനെ ഒഴിവാക്കി ആ വേജ് ബുക്സ് ഫ്രീ ആക്കാനായിട്ടാണ് ടീം പ്ലാൻ ചെയ്യുന്നതും ഫ്രീ ഏജന്റായിട്ട് വ്ലാഹോവിച്ച് അവൈലബിൾ ആവും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? ഏതെങ്കിലും ഒരു ക്ലബ്സ് ഐ തിങ്ക് വ്ലാഹോവിച്ച് ഫ്രീ ഏജന്റായിട്ട് വരുവാണ്. ആൾ 430K പോയിട്ട് ആൾക്ക് 200K തന്നെ ആളുടെ പെർഫോമൻസ് വെച്ച് മാക്സിമം ആണ്. അതിന് മേളിൽ കൊടുക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. സോ ആൾ മേ ബി സാലറി നല്ല 200Kക്ക് താഴെ ആക്കുവാണ്. വെച്ച് ആൾക്ക് ചെറിയൊരു സൈനിങ് ഓൺ ബോണസും കൊടുത്തുകൊണ്ട് ഫ്രീ ഏജന്റായിട്ട് ആളെ സൈൻ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ എന്ന് പറയാം. ഐ തിങ്ക് ആൾ ഫ്രീ ഏജന്റ് ആവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ക്ലബ്സ് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. വേജ് ഡിമാൻഡ്സ് ഉടൻ കുറയ്ക്കുവാണെങ്കിൽ അത് മോശമല്ലാത്തൊരു ഡീലും ആയിരിക്കും. സ്റ്റിൽ യങ് ആണ്, ചാൻസ് എടുക്കാവുന്ന ഒരു സ്ട്രൈക്കറുമാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും